യേശു കർത്താവ് പറയുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളോ അത് ആത്മാവും ജീവനുമുള്ളതാണ്. ജീവൻ നൽകുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമികൾ ഉദ്യാനമാകുവാൻ, ഉദ്യാനങ്ങൾ വനമായി മാറ്റപ്പെടുവാൻ പ്രവാചകനായ യെശയ്യാ പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനങ്ങളുടെ മേളിൽ എൻ്റെ അനുഗ്രഹങ്ങളെ ഞാൻ പകരും. ഇപ്പോൾ ആയിരിക്കുന്ന വീട്ടിൽ, കാറിൽ, സ്ഥലത്ത്, വേറെ എവിടാണെങ്കിലും, എവിടെയാണെങ്കിലും ആ കൈകളെ ഉയർത്തി പറയണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങനെ തൊടണമേ, അങ്ങനെ ജീവിപ്പിക്കണമേ, അങ്ങയുടെ ജീവൻ എൻ്റെ മേളിൽ പകരണമേ, അങ്ങയുടെ ജീവൻ എൻ്റെ മേളിൽ പകരണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, എല്ലാ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ നദി അവരിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ആത്മാവിന്റെ നദി അവരുടെ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. അത് മുട്ടോളമല്ല, അത് അരയോളമല്ല, അത് നീന്തിയിട്ടല്ലാതെ കയറാൻ കഴിയാത്ത ഒരാത്മപ്രവാഹമായി തീരട്ടെ, ഒരാത്മപ്രവാഹമായി തീരട്ടെ. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ നദി, ഈ വെള്ളം ഇവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ, ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തകർച്ചകൾ മാറട്ടെ. കർത്താവേ, അങ്ങയുടെ സമാധാനം. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ മരുഭൂമികൾ ഉദ്യാനമായി തീരുമെന്ന്. പക്ഷെ ജോബ് പറയുന്നത് കുറച്ചുകൂടെ ആഴമുള്ളതാണ്. ഒരു വൃക്ഷമായാൽ അതിനും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും, അത് തളിരിടും. ഇനി അതിന്റെ കുറ്റി വരെ അങ്ങ് ഉണങ്ങിപ്പോയാലും വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ, വലിയ വെള്ളമൊന്നും ഒഴുകണ്ട, അതിന്റെ ഗന്ധം അടിച്ചാൽ മതി, അത് കിളിർക്കാനിടയാകും. പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുമ്പോൾ, ഈ നദി നിന്റെ ലൈഫിലേക്ക് വരുമ്പോൾ, നിന്നെ പലരും വെട്ടിക്കളഞ്ഞില്ലേ, നീ പൊട്ടിക്കിളിർക്കാൻ പോവുകയാണ്. വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പലരും നിന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസ്ഥാനത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിന്തകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, വെട്ടിക്കളഞ്ഞോട്ടെ, വിഷമിക്കണ്ട. പക്ഷെ നീ പൊട്ടിക്കിളിർക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. കർത്താവ് നിന്നെ അത്ഭുതമാക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഒരു വൃക്ഷത്തെ കുറിച്ച് എന്റെ ദൈവത്തിന് ഇത്രയും കൺസേൺ ഉണ്ടെങ്കിൽ, ആകാശത്തിലെ പറവകളെ കുറിച്ച് എന്റെ ദൈവത്തിന് ഇത്രയും കൺസേൺ ഉണ്ടെങ്കിൽ, വയലിലെ താമരയെ കുറിച്ച് എന്റെ ദൈവത്തിന് ഇത്രയും കൺസേൺ ഉണ്ടെങ്കിൽ, വിശ്വാസിയെ, ദൈവപൈതലേ, അവന്റെ മകനായ, അവന്റെ മകളായ, അവന്റെ കുഞ്ഞായ, അവന്റെ എല്ലാമായ നിന്നെ കുറിച്ച് അവന് എത്രയധികം ഉറപ്പുണ്ട് മക്കളെ, എത്രയധികം ഉറപ്പുണ്ട്, എത്രയധികം ഉറപ്പുണ്ട്. വെട്ടുന്നവൻ വെട്ടട്ടെ, ചിതറിക്കാൻ നിൽക്കുന്നവൻ ചിതറിക്കാൻ നിൽക്കട്ടെ, പക്ഷെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിന്റെ കൂടെ ഇരുന്ന ദൈവം, അവൻ കുഴിച്ച ഉറവകളിൽ വെള്ളം കൊണ്ടുവന്ന ദൈവം, അവന് വേണ്ടി രഹബോത്തിനെ വെളിപ്പെടുത്തിയ ദൈവം, അവന് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയ ദൈവം, ജോസഫിനെ മാനിച്ച ദൈവം, അവന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അവനെ ഉയർത്തിയ കർത്താവ്, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിച്ച കർത്താവ്, ശത്രുക്ക് മേശക്ക് അബേദ്നേഗോവിനെ എരിയുന്ന തീച്ചൂളക്കകത്തിറങ്ങി വന്ന്, പുറത്തു നിന്നല്ല, അകത്തിറങ്ങി വന്ന് വിടുവിച്ച കർത്താവ്. നിന്റെ അഭിഷേകത്തിന് അകത്ത് കർത്താവ് ഇറങ്ങി വരും. പുറത്തു നിന്ന് കാഴ്ചക്കാരനെ പോലെ, ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവനെ പോലെ കാണത്തില്ല. നിന്റെ വിഷയത്തിന് അകത്ത് കർത്താവ് ഇറങ്ങി വരും. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. യു നെവർ ലൂസ് യുവർ ഹോപ്പ്. നിന്റെ പ്രത്യാശ പോകരുത്, ദൈവത്തിലുള്ള ട്രസ്റ്റ് പോകരുത്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകരുത്. ഉറച്ചു നിൽക്കണം കർത്താവിന് വേണ്ടി. നിറയ്ക്കുക നിൻ ശക്തിയാ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുക, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ.